വീണ്ടും വന്നു പുതിയൊരു റെസിപ്പിയായിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ. വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വളരെ നാടനായിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചക്കക്കുരു മാങ്ങ. ഇതിനകത്ത് ചിലർ ചക്കക്കുരു മാങ്ങ മാത്രം ഇട്ട് വയ്ക്കും. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ചെമ്മീനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉണക്കച്ചെമ്മീനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെക്കുമ്പോൾ ഈ ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് ചക്കക്കുരു മാങ്ങ വെക്കുക. ചില സ്ഥലത്ത് ഉണക്കച്ചെമ്മീൻ ഇടാതെ തന്നെ ചക്കക്കുരു മാങ്ങ മാത്രമായിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീനും കൂടി ആഡ് ചെയ്തിട്ട് ചക്കക്കുരു മാങ്ങ വെക്കുക, അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങ മാത്രം വെക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാടൻ കറിയാണ്, ഒഴിച്ചുകറി. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ചക്കക്കുരു ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നശിപ്പിച്ച് കളയാതെ ഇങ്ങനെ നല്ല രീതിയിൽ കഴിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനൊന്നും യാതൊരു വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ചക്കക്കുരു കളയാതെ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കറികളിലൊക്കെ ആക്കി കഴിക്കുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലത്. നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളേക്കാളും നമ്മുടെ പറമ്പിലും നമുക്ക് കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ചക്കക്കുരു മാങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ചക്കക്കുരു ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു 2 മീഡിയം സൈസ് മാങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പൊടികൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് വേണം. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, 3 വറ്റൻമുളക് ചെറിയ പീസാക്കിയത്, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് ചെമ്മീനാണ്. ഇത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ്റെ തല കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മുന്നിട്ട് നിൽക്കും. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഞാനൊരു മീഡിയം സൈസ് തേങ്ങയുടെ 1/2 മുറി ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കറി റെഡിയാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്മീനൊക്കെ പൊടി ഉണ്ടാക്കാൻ വേണ്ടി ചെമ്മീൻ പൊടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് പാനിൽ വെച്ച് വറുത്തെടുക്കില്ലേ, അതേപോലെ ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ തലയൊക്കെ ഞാൻ കളഞ്ഞ് വെച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഒന്ന് ചൂടാക്കി, നല്ല കരിഞ്ഞൊന്നും പോകരുത്, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈങ് പാനിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തിട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ, നമ്മൾ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിലിടെ, അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓൾറെഡി ഉണക്ക ചെമ്മീനാണ്. ജസ്റ്റ് നമ്മൾ ചെമ്മീൻ ചമ്മന്തിക്ക് പൊടിക്കില്ല, അതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ നല്ല ഫ്രൈ ആയി വന്നോളും. ഏകദേശം ഒരു ഒടിയുന്ന പാകം ആയിക്കോളും. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നിങ്ങൾ എടുക്കുക കഴിയുമ്പോൾ ഈ കിടക്കുന്ന പൊടിയില്ലേ, പൊടി മാറ്റിയിട്ട് ഈ ചെമ്മീൻ മാത്രം എടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ടോ ഒരു പേപ്പറിലോട്ടോ ഇട്ടിട്ട് ബാലൻസ് ഈ പൊടി മാറ്റി ഈ ചെമ്മീൻ മാത്രം ഒന്ന് പറക്കിയെടുക്കുക. ഈ പൊടിയിട്ട ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാൻ ഈ ചെമ്മീൻ ഇതിനകത്തുനിന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വറുത്തുനിന്ന് നമ്മൾ മാറ്റി വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. നിങ്ങൾക്ക് മൺചട്ടി വേണമെന്ന് വരെ യാതൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ ചെയ്യാം. കുക്കറിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ മിക്കവാറും കുക്കറിൽ തന്നെയാണ് ചെയ്യാറ്. പിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് വേവുന്ന ചക്കക്കുരു കിട്ടിയാൽ മാത്രം, ആരെങ്കിലും പറയുകയാണെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് വേവുമെന്ന് പറയുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ മൺചട്ടിയിൽ ചെയ്യാറ്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഈ കറി ചെയ്യുന്നത് കുക്കറിൽ തന്നെയാണ്. പിന്നെ നമുക്ക് കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ മൺചട്ടി എടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടി, അതായത് ഈ സവോള ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചക്കക്കുരു ഫസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പൊടികളാണ്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ കൂടുതൽ. പിന്നെ കുറച്ച് ഉപ്പും, ചക്കക്കുരുവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വറുത്ത് വെച്ച ചെമ്മീനാണ്. ചെമ്മീൻ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കണേക്കാൾ മുന്നേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ മാങ്ങ അവസാനമാണ് ഇടുന്നത്. മാങ്ങ ഇപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കക്കുരു നമ്മൾ എത്ര സമയം എടുത്ത് വേവും നമുക്ക് അറിയില്ല. അപ്പോൾ ചക്കക്കുരു കുറച്ച് വേവുള്ള ചക്കക്കുരു ആണെങ്കിൽ ചക്കക്കുരു വേവുമ്പോഴേക്കും മാങ്ങയൊക്കെ കലങ്ങി കറിയിൽ പിന്നെ കാണാനുണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്കക്കുരുവിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടപ്പത്ത് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരും ചെമ്മീനും സവാളയൊക്കെ കൂടെ മിക്സ് ചെയ്തത് ഞാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചക്കക്കുരു നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. മൂടി വെച്ചാലും നിങ്ങൾ ചക്കക്കുരു വെന്തോന്ന് ഇടയ്ക്ക് നോക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ചക്കക്കുരു വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൂടി വെച്ച് വേവിച്ചാലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കിത് ചക്കക്കുരു വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ചക്കക്കുരു വേവുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. നമ്മുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോടെ ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം എപ്പോഴും കുറച്ച് ചേർത്തിട്ട് അരയ്ക്കുക, എങ്കിലാണ് നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് നേരം എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെന്ത് വരണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചക്കക്കുരു വേവിക്കുക. ഓരോരുത്തരുടെ ചക്കക്കുരുവിൻ്റെ വേവ് അനുസരിച്ചും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനിയാണ് നമ്മൾ മാങ്ങ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര അരയ്ക്കാമോ അത്രയും നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കുറുകിയിരിക്കുന്ന കറിയാണ്. ഇനി നമ്മൾ മാങ്ങ വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ചു. നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മാങ്ങയെല്ലാം നന്നായിട്ട് വെന്ത് വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് വറുത്തിടൽ മാത്രമാണ്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ കറിയിലൂടെ വറുത്തിടാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് കംപ്ലീറ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക. വറ്റൽമുളകിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറിക്ക് ഓൾറെഡി നല്ലൊരു മഞ്ഞ കളറാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ചുമന്ന കളറിൻ്റെ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഓൾറെഡി നല്ല മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്ത് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്.
അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കറി വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. ഇത്രയും സമയമൊന്നും എടുക്കില്ല കേട്ടോ. നമ്മൾ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.